ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര അതിന്റെ 12ാമത്തെ ദിവസമായ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. കല്യാണി, പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക്കരും തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ ഓണം റിലീസായി ഓഗസ്റ്റ് 28 വ്യാഴാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയിരുന്നത്. ഉത്തരാട ദിനം വരെയുള്ള ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 38,64,00,000 സ്വന്തമാക്കിയ ഈ സിനിമ തിരുവോണ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 5,82,00,000 രൂപയും ഔട്ടം ദിനമായ ശനിയാഴ്ച 7,30,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. ചതയ ദിനവും രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 7,14,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ആദ്യ 11 ദിവസം കൊണ്ട് 58,90,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 11ാം ദിവസം ഇന്നലെ ഞായറാഴ്ച റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഈ സിനിമയ്ക്ക് മികച്ച നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ മാത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 4,40,00,000 സ്വന്തമാക്കിയ ഈ സിനിമ ആദ്യ 11 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 36,25,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 11 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 95,15,00,000 രൂപയുമാണ്. അങ്ങനെ 12ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയോടെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 100 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 11ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 18,78,00,000 രൂപയായിരുന്നു. ആദ്യ 11 ദിവസം കൊണ്ട് ഓവർസീസ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 91,15,00,000 രൂപയാണ്. 11 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 186,30,00,000 രൂപയുമാണ്. ഇനി വർക്കിംഗ് ദിനവും രണ്ടാമത്തെ തിങ്കളാഴ്ചയും കൂടിയായ 12ാം ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 2,45,00,000 രൂപയായിരുന്നു ഈ സിനിമ അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയെടുത്തിരുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 5.5-6 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 12 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 64 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 12ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 കോടി റേഞ്ചിലാണ്. ആദ്യ 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 198 കോടി റേഞ്ചിലാണ്. 13ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയോടെ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 200 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് ഉറപ്പായിട്ടുണ്ട്. മോഹൻലാൽ നായകനെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ഓണം റിലീസായി തിയേറ്ററിലെത്തിയ ഒരു മികച്ച ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമയാണ് ഹൃദയപൂർവ്വം. ഈ സിനിമ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ 12ാം ദിവസം ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 3,50,00,000 രൂപയായിരുന്നു. ആദ്യ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 29,50,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 12ാം ദിവസമായ വർക്കിംഗ് ദിനം കൂടിയ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ 55,00,000 രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയ്ക്ക് കേരളത്തിൽ 1.5-2 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 12 ദിവസം കൊണ്ട് 31 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 61 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 12ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച ലോകമെമ്പാടുമായി 2.5-3 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 63 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. AR മുരുകദോസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് മദ്രാസി. ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, ബിജു മേനോൻ, വിക്രാന്ത്, ഷബീർ കല്ലറയ്ക്കൽ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 1,45,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ കർണാടകയിൽ 3 ദിവസം കൊണ്ട് 3,75,00,000 രൂപയും ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 3,10,00,000 രൂപയുമാണ് സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ 3 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 33,75,00,000 രൂപയാണ്. GCC ഓവർസീസ് കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 20,25,00,000 സ്വന്തമാക്കിയ ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 63 കോടി രൂപയാണ് 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ 3 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ 75 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാഹ്നവി കപൂർ എന്നിവർ പ്രധാന താരങ്ങളായി തുഷാർ ജലോട്ട തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 29 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് പരം സുന്ദരി. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 23,63,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 55,20,00,000 സ്വന്തമാക്കിയ സിനിമ വിദേശ കളക്ഷനായി 16,55,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 71,75,00,000 രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 60 കോടി റേഞ്ചിലാണ്. സെപ്റ്റംബർ 5 അമേരിക്ക ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും കേരളത്തിലും ഒരേ സമയം റിലീസ് ചെയ്യപ്പെട്ട ഹോളിവുഡ് സിനിമയാണ് ദി കൺജ്യൂറിംഗ് ലാസ്റ്റ് റൈറ്റ്സ്. ദി കൺജ്യൂറിംഗ് യൂണിവേഴ്സിലെ ചാപ്റ്റർ 9 ആയി പുറത്തു വന്നിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ മികച്ച കളക്ഷനാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 51,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് 1,60,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 61 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ ലോകമെമ്പാടുമായി ആദ്യ 3 ദിവസം കൊണ്ട് 1,650 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 25 തിയേറ്ററിൽ ഇപ്പോഴും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനിമേഷൻ സിനിമയാണ് മഹാവതാർ നരസിംഹ. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ 45 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം 248,86,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 45 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 295,42,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി 26,35,00,000 ഉൾപ്പെടെ 321,77,00,000 രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.